ഭർത്താക്കന്മാരുടെ പൊട്ടിത്തെറിക്ക് കാരണമാകുന്ന 3 തരം സംസാരങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഭാര്യമാരുടെ ചില അപ്രോച്ചുകൾ, 3 തരം അപ്രോച്ചുകൾ വല്ലാതെ ഭർത്താക്കന്മാരെ ദേഷ്യം പിടിപ്പിക്കുമെന്നാണ്. ഇത് മെയിൽ സൈക്കോളജിയാണ്. ഞങ്ങൾക്കുണ്ട് സൈക്കോളജി. ദേഷ്യം പിടിക്കണ്ട, ഞാൻ പറയുന്നത് ഇപ്പോൾ മെയിൽ സൈക്കോളജിയാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അതിൽ 3 തരം സംസാരങ്ങൾ. 1 കമാൻഡിങ് ടൈപ്പാണ്, 2 ഡിമാൻഡിങ് ടൈപ്പാണ്, 3 സോറി ടോക്കാണ്. ഈ 3 കാര്യങ്ങൾ നമ്മുടെ സഹോദരിമാരുടെ ലൈഫിൽ ഒരുപാട് വരുന്നുണ്ട്. ഇത്തരം സംസാരങ്ങളായിരിക്കും കൂടുതലുണ്ടാവുക. ഇത് ഭർത്താക്കന്മാരെ, പുരുഷൻ്റെ ഈഗോയെ ടച്ച് ചെയ്യുകയും വല്ലാതെ അവൻ ചൂടാവുകയും ചെയ്യും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? 1 കമാൻഡിങ് ടൈപ്പാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളിത് ചെയ്തേ പറ്റുള്ളൂ, നിങ്ങളത് ചെയ്യേ, നിങ്ങൾ പോയി ഇത് ചെയ്യേ, നിങ്ങൾ അങ്ങോട്ട് പോകും, നിങ്ങൾ ഇങ്ങോട്ട് പോകും, നിങ്ങളത് എടുക്ക്. ഈ ഒരു ആജ്ഞാസ്വരത്തിൽ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, കൽപ്പിക്കുന്ന രീതിയിൽ. ഇതൊരിക്കലും ഭർത്താക്കന്മാരോട് പറയാൻ പാടില്ല എന്നുള്ളതാണ്, അല്ലേ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ നീ എൻ്റെ പണിയൊക്കെ പോടി എന്ന് ചിലപ്പോൾ പറഞ്ഞിട്ട് പുള്ളി അതിൽ നിന്ന് ഒഴിവായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്മൂത്താകില്ല എന്ന് മാത്രമല്ല, അവിടെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാകാനും ദാമ്പത്യ ജീവിതത്തിൽ അപ്പോൾ ചില പൊട്ടിത്തെറികൾ ഉണ്ടാകാനും ഇത്തരം സംസാരങ്ങളിലൂടെ നടക്കും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഭർത്താവിൻ്റെ ഈഗോയിൽ ടച്ച് ചെയ്യുകയും ആ ഈഗോ ഇച്ചിരി വലുതാവുകയൊക്കെ ചെയ്താണ് ഈ പ്രശ്നത്തിന് കാരണം. അപ്പോൾ ഒരിക്കലും കമാൻഡിങ് രീതിയിൽ പുരുഷന്മാരോട് സംസാരിക്കരുത്, അതാണൊരു വിഷയം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ചൂടാവുള്ളൂ, പിന്നീട് ആ സമയത്ത് പൊട്ടിത്തെറിയും പ്രശ്നമൊക്കെ ഉണ്ടാവും. രണ്ടാമത്തത് ഡിമാൻഡിങ് ആണ്. ഡിമാൻഡിങ് എങ്ങനെയാണ്? നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. നിങ്ങൾ നല്ലൊരു ഭർത്താവാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യും. അപ്പോൾ എന്തു പറയും? ഞാൻ നല്ല ഭർത്താവല്ല, നീ നിൻ്റെ പണിയൊക്കെ പോകും. ഒരു ഡിമാൻഡ് ചെയ്യുന്ന രീതി ഭർത്താവിനോട് ആ രീതിയിൽ സംസാരിക്കരുത്. അപ്പോൾ അങ്ങനെ സംസാരിച്ചാലും പെട്ടെന്ന് ദേഷ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾ നല്ല ഭർത്താവാണ്, ഇല്ല നിങ്ങൾ നല്ല ഭർത്താവാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യേ, അല്ലെങ്കിൽ നിങ്ങൾ നല്ല ഭർത്താവാണെങ്കിൽ എൻ്റെ കൂട്ടുകാരുടെ കല്യാണത്തിന് വിട്, നീ കല്യാണത്തിന് പോകണേ, ഞാൻ നല്ല ഭർത്താവല്ലേ, ഞാൻ ഇച്ചിരി മോശമാണ് അങ്ങനെ പറയും. ഇനി 3ാമത്തേത് സോറി കേട്ടോ. അതെങ്ങനെയാണ്? നിങ്ങളുടെ ഭാര്യ ആയതുകൊണ്ടാണ് മനുഷ്യന് ഈ തലവിധി വന്നത്. ചിലപ്പോൾ തമാശക്ക് പറയായിരിക്കും, വേറെ എങ്ങോടെങ്കിലും കല്യാണം നടത്തി പോയിരുന്നെങ്കിൽ ഞാനിപ്പോൾ എങ്ങനെ ആയാലും, എനിക്ക് എത്ര ആലോചന വന്നതാണ്. ഇത്രയും ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു വർത്തമാനം കെട്ടിയന്മാർക്ക് വേറെ ഇല്ല. ഒരിക്കലും പറയരുത് എന്നാണ്. ചിലപ്പോൾ പറയും, അങ്ങോട്ട് എന്നെ പടച്ചോൻ എടുത്താൽ മതിയായിരുന്നു. കെട്ടിയവൻ ആരും കാണാണ്ട് പറയണ്ടാവും, ആമീൻ, പടച്ചോനൊന്ന് വേഗമാക്കി കൊടുത്താൽ മതിയായിരുന്നു. തമാശക്ക് പറയുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ്. ചില കൗൺസിലിംഗ് സെഷനുകളിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്ത് പറഞ്ഞു, ഇപ്പോൾ അടുത്ത് കെട്ടിയിട്ടുണ്ടാവും, എൻ്റെ പൊന്ന് സാറേ ഇങ്ങനെ എന്ത് ഞാൻ പറഞ്ഞാലും ചൂടാവുന്നില്ല. അപ്പോൾ പുള്ളി എന്നോട് പറയണം, അവൾ പറയണ കോല എങ്ങനെയാണെന്ന് സാറിനറിയോ? അതും കൂടെ അറിഞ്ഞു നോക്ക്, മനുഷ്യന് പ്രാന്ത് ഓടിച്ചു പോകും. എന്നിട്ട് അവൻ പറഞ്ഞൊരു വാക്കുണ്ട്, സാറിൻ്റെ കെട്ടിയോൾ ഇങ്ങനെ സാറിനോട് പറയും. ഞാൻ പറയും, പൊന്നു പോലെ നീ എൻ്റെ അതിലേക്ക് വലിച്ചിടല്ലടാ, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോയിക്കോട്ടെ. അപ്പോൾ ഒരിക്കലും ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലോ കമാൻഡ് ചെയ്യുന്ന രീതിയിലോ ഇത്തരം സോറി ടോക്കുകളോ നമ്മൾ പുരുഷന്മാർക്ക് അത് അവരുടെ സൈക്കോളജിക്ക് പറ്റിയ ഒരു കാര്യമല്ല. അതിലവർ ചൂടാകാനും ദേഷ്യപ്പെടാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ കുറച്ച് മയത്തിൽ ഒരു കമാൻഡ് നിങ്ങളത് ചെയ്യ് എന്ന് പറയുന്നതിന് പകരം ചെയ്യാൻ പറ്റുമോ? സ്നേഹത്തോടെ തിരിച്ചും അങ്ങനെ തന്നെ പരസ്പരം റെസ്പെക്റ്റ് ചെയ്ത് സന്തോഷത്തോടെ ജീവിച്ച് നോക്കിയേ ആ ജീവിതം എത്ര മനോഹരമായിരിക്കും. അപ്പോൾ ഒരു പരിധിവരെ കെട്ടിയന്മാർ ചൂടാകുന്നതിൻ്റെ കാരണം ഇതാണ്.